അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഈ ഒരു ചാനലിൽ ഹൊറർ മോഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്ത് സംഭവിക്കുന്നു ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഞാൻ ഈ ഒരു ഹൊറർ മോഡിനെ കുറിച്ച് ഒന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടി, ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ ഇതാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. സോ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ കമൻറ്റിലും പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും മസ്റ്റായിട്ട് കയറാൻ ശ്രമിക്കുക. ദൈവമേ എന്താവോ. ഓ അതാ, ഇതൊക്കെ എന്താണിത്? ഊഫ്, തുടക്കം തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പേടിപ്പിക്കണതായിരുന്നു. കിണ്ടി മനുഷ്യന്റെ നല്ല ഉയരങ്ങ് പോയി. ഊഫ്, എന്തായാലും അത്യാവശ്യം നല്ല മരങ്ങളുള്ള ഒരു ഏരിയയിലാണ് നമ്മളെ കൊണ്ട് സ്പോൺ ചെയ്യിച്ചത്. അതുകൊണ്ട് വലിയ സീനല്ല. നമുക്ക് എന്തായാലും മരം മുറിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ നമ്മൾ ഈ ഒരു വേൾഡിലത്തെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിലേ, നമുക്ക് രാത്രി ആവുമ്പോൾ സർവൈവ് ചെയ്യാൻ ഒരു ചെറിയ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ രാവിലെ തന്നെ ഇങ്ങനെയാണ്. അപ്പൊ രാത്രിയിലത്തെ കാര്യം പറയേ വേണ്ട, നിലത്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 5K ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 30 ലൈക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും 30 ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. ഞാൻ എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓക്കെ, ഇപ്പം ഞാൻ എല്ലാം കൂടി ബട്ടനാക്കി മാറ്റിയേനെ. നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, താൽക്കാലികമായിട്ട് പിടിച്ചിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മളെ കാര്യം തീരുമാനമാവും. ഓക്കെ, ഇങ്ങനെ കൊണ്ടുപിടിച്ച് താഴേക്ക് പോകാൻ തന്നെ പേടിയാവാണ് പുല്ല്. ഓക്കെ, നമുക്കെന്തായാലും പോവാം. നമുക്ക് പോവാണ്ട് സ്റ്റോണൊന്നും എടുക്കാൻ പറ്റത്തില്ല, അതാണ് സംഭവം. ഞാൻ എന്തായാലും കുറച്ച് അതാ, ഇത് ശരിയാവണില്ല കേട്ടോ. ഞാനിവിടെ ഒറ്റക്കാണ്, അത് വേറെ കാര്യം. അയ്യോ, എന്തായാലും ഞാൻ കുറച്ച് സ്റ്റോൺ എടുക്കട്ടെ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. മിക്കവാറും ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, ഞാനിവിടെ ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേട്ടു. അങ്ങനെ ഞാൻ ഓടാൻ വേണ്ടി പോയതായിരുന്നു, പക്ഷെ അത് അപ്പോഴേക്കും പോയി. എന്തായാലും നമുക്ക് ആവശ്യമുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോൺ പിക്കാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം, അതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കുറച്ച് കോള് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുമില്ല ഒന്നുമില്ല, നമുക്ക് ആ കോൾ എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഏ, അതെന്താ ഇപ്പൊ അയ്യാ അയ്യാ വേണ്ട, ആ കളിന്ന് എൻ്റെ അടുത്ത് വേണ്ട. ഹിന്ദി ഇതിന്റെ അകത്ത് ഇറങ്ങാൻ തന്നെ പേടിയാവണ്. എന്തൊക്കെയോ കാര്യമാണ് സൗണ്ടൊക്കെ കേൾക്കണ്. അതാ, അശോ, അയ്യോ അതാരാണ് വരുന്നത്? അയ്യോ അയ്യോ, നാട്ടാരെ ഓടി വരട്ടെ. എന്റെ പൊന്നെ, അയ്യോ, ഞാൻ ചത്ത് ഞാൻ ചത്ത് 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 ചത്ത്. അയ്യോ അയ്യോ അതെന്താണത്? ഓ, ഒരു വിധത്തിൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടെ എന്തൊക്കെയോ സാധനം ഉണ്ട്. ഇതാ മറ്റേ ഹീറോ ബ്രെയിനെ സ്പോൺ ആകുന്ന പരിപാടിയല്ലേ? പൊന്നി, ഇതൊക്കെ എവിടുന്ന് ഇറങ്ങി വരണ ദൈവമേ. എന്റെ നല്ല ഉയരങ്ങ് പോയി കിട്ടി. ഇതിന്റെ അകത്ത് ഇറങ്ങുമ്പോഴാണ് ഈ സാമാനങ്ങളൊക്കെ ഇറങ്ങി വരണേ. നമുക്ക് എന്തായാലും ആ കോൾ ആവശ്യമുണ്ട്. ഞാൻ കണ്ടിട്ട് ഞെട്ടിയത് എന്താ അറിയോ? ഒറ്റ ഒരു കോൾ ബ്ലോക്ക് പൊട്ടിക്കുമ്പോ എല്ലാം കൂടി ഒന്നിച്ച് പൊട്ടിപ്പോയി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, അതായത് മൊത്തത്തിൽ പൊട്ടി നമുക്ക് ഈസി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ കേവിൽ ഇറങ്ങുന്ന പരിപാടി നിർത്തിയിട്ടോ. എനിക്ക് എനിക്ക് മതിയായി. ഇശ്ശോ, അത് അവിടെ ഒരു സാധനം ഉണ്ട്. നമുക്ക് അതിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. അത് ഇവിടെ എവിടെ ആയിട്ടാണല്ലോ കണ്ടത്. ഇതവിടെ കണ്ടോ, എന്തോ ഒരു സാധനം ഉണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് എന്തോ ഒരു ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ വലിയ പണ്ഡിതനായോണ്ട് ഇത് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത് വായിച്ചു നോക്കിക്കോ. ഞാൻ ഇത് വായിച്ചിട്ടും വലിയ കാര്യമില്ല. ഇതെന്ത് ഡേ 37? ദൈവമേ, എന്തൊക്കെയോ ഇതിൽ കുറെ ആൾക്കാരൊക്കെ വന്ന് ചത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടൊക്കെ തന്നെ പോവാം. നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോണും കൂടി എടുക്കാം. നമുക്ക് എന്തായാലും ആവശ്യം വരും. ഇവിടെ മൊത്തത്തിൽ അലർച്ചന്റെ സൗണ്ടൊക്കെയാണ് ഞാൻ കേൾക്കണത്. എവിടെയെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യാൻ പോകുമ്പോ അതാ, ആരാടാ അത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി? സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് ഈ ഒരു വേൾഡിൽ കളിക്കാൻ അത്യാവശ്യം പേടിയാവണുണ്ട്. സൂര്യാസ്തമയം നടക്കാൻ പോവാണ്. ഇപ്പൊ രാത്രി വെന്റയിലാണെങ്കിൽ ബെഡ് പോലും ഇല്ല. സത്യം പറയാലോ, രാവിലെ ഇങ്ങനെയാണെങ്കിൽ രാത്രിയിലത്തെ കാര്യം എനിക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. സത്യം പറയാലോ. പിന്നെ ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത് ആരോ അവനെ വാച്ച് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അങ്ങനത്തെ സംഭവമൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് അത് വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടുമില്ല.
നമുക്ക് എന്തായാലും ഷീപ്പിനെ കിട്ടിയിരുന്നെങ്കിൽ നൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ വല്ല വില്ലേജും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, അത് അവിടെ ആയിട്ട് എന്തോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഈ സ്ഥലം? നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഉഫ്, വെള്ളത്തിന്റെ അടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ദാ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് അസ്തമിച്ച് വരാണ്. എനിക്കാണെങ്കിൽ നല്ല ഭയാവണുണ്ട്. ഇന്ത്യൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും ഇന്നത്തെ നൈറ്റ് നല്ല രസമുണ്ടാവും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നൈറ്റ് ആയിരിക്കും. ഇതെന്താണ് ഈ സ്ഥലം? നമ്മളെ എൻഡിലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡാർക്ക് തീം പോലെയാണുള്ളത്. അത് അവിടെ ആയിട്ട് എന്തോ സ്ട്രെച്ചർ. ഊഫ്, അതാ അവിടെ ആരോ. അയ്യോ മോനെ, നീ എന്തിനടാ എന്റെ പിന്നാലെ വരണ? ഞാൻ ജീവിച്ച് പോയിക്കോട്ടെടാ, എന്നെ വെറുതെ വിടറാ. എന്താടാ, നീ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ അല്ലേ? എന്തായാലും ബാക്കില വാ, ഞാൻ ഒറ്റയ്ക്ക് കളിക്കണേ അല്ലേ? എന്തായാലും നീയും കൂടി വാ. പൊന്നൻ, ഇതെന്താണ് ഈ ആകാശത്തൊക്കെ മിന്നിക്കളിക്കണേ? അശ്ശൂ, നമുക്ക് എന്തായാലും ഷെയ്ഡർ ഓഫ് ആക്കാം. ഓക്കെ, ഞാൻ ഷെയ്ഡർ ഓഫ് ആക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, അയ്യോ അമ്മച്ചേ, അയ്യോ ഓടാൻ പറ്റണില്ല. അയ്യോ കൊന്നു. എന്തൊക്കെയോ എഴുതിയിട്ട് വരുന്നുണ്ട്, സമ്മൺ ബിഹൈൻഡ് മീന്ന്. അയ്യോ, എന്താണിത്? ഫുഡും ഇല്ല എന്റെ കയ്യില്. അങ്ങനെ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഫുഡില്ല. അയ്യോ, ഇതൊക്കെ നല്ലതാ. എന്തായാലും സമാധാനായിട്ടുണ്ട്. ചത്തുപോയി ഗൈസ്, ചത്തുപോയി. ഹീറോ ബ്രെയിനൊക്കെ എന്റെ ബാക്കിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ സൗണ്ട് എഫക്റ്റ് ആണ് സഹിക്കാൻ വയ്യാത്തത്. എന്തായാലും നമ്മ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മ എന്തായാലും ചാവും. അതുകൊണ്ട് നമുക്ക് നമ്മളുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ തപ്പിപ്പോവാം. എന്തായാലും ഇവിടെ ലാസ്റ്റ് ഡെത്തിന്റെ പോയിന്റ് ഒക്കെ കാണിക്കണുണ്ട്. ആരോ ഡയറക്റ്റ് വെച്ച് എന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ കേട്ടു. പ്രത്യേകിച്ച് നൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. ഓൾറെഡി രാവിലെ നിങ്ങൾ കണ്ടതല്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ നൈറ്റിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ അടുത്ത് പറയണ്ടല്ലോ. അയ്യോ, അവിടെ എന്തോ ഒരു വലിയ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കണം എന്നാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അയ്യോ ക്രീപ്പർ, ഇനി ഇതിന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. നീയും കൂടി വാടാ, നീയും കൂടി എന്റെ നെഞ്ചത്തേക്ക് കേറ്, അപ്പൊ സമാധാനാവല്ലോ. ചെവിയുടെ പൂവൊക്കെ പാറിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ നോക്കണം. എന്നാൽ ഈ മോപ്സിന്റെ അടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും ചത്തിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളതിൽ ഫുഡില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സോംബിന്റെ അടിയൊക്കെ കിട്ടുമ്പോൾ തന്നെ ചാവണുണ്ട്. നമ്മൾ രാവിലെ തന്നെ നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കണമായിരുന്നു. ആരൊക്കെയോ എൻ്റെ ബാക്കിലുള്ള പോലെ നല്ല രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഡേർട്ടിന്റെ ഒച്ച, ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒച്ചയൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. ഈ നൈറ്റ് ആകുമ്പോഴേക്കും നമ്മളങ്ങനെ കൊല്ലാനൊന്നും ട്രൈ ചെയ്യണില്ല, ജസ്റ്റ് നമ്മളെ പേടിപ്പിക്കാനാണ് നോക്കണേ. പക്ഷെ ചിലവന്മാര് വരും, അവന്മാര് നമ്മളെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ചവന്മാരാണ്. അവന്മാര് നമ്മളെ കൊന്നിട്ടേ പോകത്തുള്ളൂ, അത് വേറെ കാര്യം. എഗെയിൻ നമ്മൾ ചത്തിട്ടുണ്ട്. ഇതെന്താണ് ഇവിടെ മാത്രം ഒരു വെളിച്ചം? ആരും അവിടെ ഉണ്ട് കേട്ടോ, അവിടെ മാത്രം ഒരു വെളിച്ചം, വേറെ എവിടെയും ഒരു വെളിച്ചമില്ല കേട്ടോ, അവിടെ മാത്രം. ഈ രാത്രി മൊത്തം ജംസ്കെയർ മാത്രമേ ഉള്ളൂ. പിന്നെ എടുക്ക് നമ്മളെ വന്നിട്ട് ആരെങ്കിലും കൊല്ലും. ഇതാണ് ഇവന്മാരെ മെയിൻ പരിപാടി. എന്തായാലും എനിക്കാണെങ്കിൽ ഇവിടെ അതാ കണ്ട അതാ കണ്ടോ, കണ്ട പന്നച്ചെറുക്കൻ. ഇവൻ ഇങ്ങനെ വന്നിട്ട് അടുക്കടുക്ക് ഓരോരു ജംസ്കെയർ. ഇവന്റെ അടുത്ത് പോയി നോക്കാലോ. അതാ നല്ലതാ, എന്തൊക്കെയോ ഗോളൊക്കെ റീച്ച് ഇടുന്നൊക്കെ പറയണുണ്ട്. പക്ഷെ നമുക്കിവിടെ നിലത്തിക്കാൻ പറ്റണില്ല. അതാണ് വേറൊരു ദേഷ്യം വരുന്ന പരിപാടി. ഇവന്മാരെ എടുക്കെടുക്കെ വന്നിട്ട് എന്നെ കൊല്ലണ്. കിണ്ടി അടുത്തവനത് അവിടെ നിന്ന് നോക്കണുണ്ട്. ഇവന്മാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കണം എന്തിനാണാവോ? ദൈവമേ, എന്തായാലും രാവിലെ ആവണുണ്ട്, അതുകൊണ്ട് സീനില്ല. എങ്ങനെയൊക്കെയോ ഇന്നത്തെ നൈറ്റ് ഞാൻ എസ്കേപ്പ് ചെയ്തു. ആകെ എന്നെ ഈ ശല്യാക്കണ ഈ മോബ്സ് ആണ്. ഡിഫാൾട്ടായിട്ട് മൈൻക്രാഫ്റ്റിലുള്ള ഈ പന്ന മോബ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, ഇപ്പൊ എന്തോ സംഭവിച്ചു. എനിക്കൊരു ലാഗ് ഫീലായി. എന്തോ കാര്യമായിട്ട് സംഭവിച്ചു. സമാധാനായി. അയ്യോ, എന്താടാ രാത്രിയായി? എടാ രാവിലെ ആയില്ലടാ. നിക്കെന്തിനാടാ ഇപ്പൊ എന്നെ കൊല്ലണം ഇത്ര ആഗ്രഹം? അയ്യോ പോടാ പണ്ടരക്കല, പോടാ. അയ്യോ, എന്നെ കൊല്ലവരുടെ നാട്ടുകാര്. ഓരോ തവണ എന്നെ ഇങ്ങനെ കൊന്നിട്ട് ഒരു അഡ്വാൻസ്മെന്റ് തരാൻ നല്ല സുഖമുണ്ടല്ലേ. ഇനിയിപ്പോ ഞാൻ ചത്ത സ്ഥലം ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ ലാസ്റ്റ് ഡെത്ത് ഇവിടെയാണ് കാണിക്കണ. ഇപ്പോ
ഓ ഇത് ഇവിടെയും കാണിക്കണുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വേൾഡിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇഷ്ടംപോലെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. 30 ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ബൈ.